നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയതിന് പിന്നാലെ അന്വേഷണം തടസ്സപ്പെടുത്താൻ സിപിഎം എസ്എഫ്ഐ ക്രിമിനലുകൾ ഇഡി വാഹനങ്ങൾക്ക് നേരെ നടത്തിയ ക്രൂരമായ ആക്രമണം ഇപ്പോൾ വലിയ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ അണികളെ വിട്ട് തെരുവിൽ യുദ്ധം ചെയ്യിച്ചിട്ടും പിണറായി വിജയന്റെ മകൾ വീണ വിജയന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 4 ജില്ലകളിലായി 12 കേന്ദ്രങ്ങളിൽ നടത്തിയ വിപുലമായ റെയ്ഡിന് പിന്നാലെ ഇഡി കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ ആകെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപയാണ് ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ വീണ വിജയൻ നൽകിയ മറുപടികൾ ഒന്നും തൃപ്തികരമല്ലാത്തതുകൊണ്ട് വരും ദിവസങ്ങളിൽ അവരെ കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വീണ വിജയന്റെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയ ഈ കോടിക്കണക്കിന് രൂപയുടെ യഥാർത്ഥ ഉറവിടം എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ അഴിമതി ചരിത്രം 95 മുതൽ നമ്മൾ പരിശോധിക്കണം. 95 ഓഗസ്റ്റ് 10-നാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ പദ്ധതികളുടെ നവീകരണത്തിനായി കാനഡയിലെ SNC ലാവ്ലിൻ കമ്പനിയുമായി KSEB ധാരണാപത്രം ഒപ്പിടുന്നത്. പിന്നീട് 96 ഒക്ടോബർ 15-ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം കാനഡയിൽ പോയി ലാവ്ലിനുമായി ചർച്ച നടത്തുകയും കുറഞ്ഞ ചെലവിൽ പദ്ധതി നടപ്പാക്കാമായിരുന്ന ഭേലിന്റെ ശുപാർശ തള്ളിക്കളഞ്ഞ് ലാവ്ലിന് കോടികളുടെ കരാർ മറിച്ചു നൽകുകയും ചെയ്തു. മലബാർ ക്യാൻസർ സെന്ററിന് തരാമെന്ന് പറഞ്ഞ 98.30 കോടി രൂപയിൽ വെറും 8.98 കോടി രൂപ മാത്രമാണ് ലഭിച്ചത്. ഇതിലൂടെ സംസ്ഥാനത്തിന് 374.5 കോടിയുടെ വൻ നഷ്ടം വരുത്തിവെച്ചതായി 2005-ലെ CAG റിപ്പോർട്ട് കുറ്റപ്പെടുത്തി. ഇതിന്റെ പേരിൽ 2009-ൽ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി CBI കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. അക്കാലത്ത് എയർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ യാത്ര നടത്തിയതിന് പിണറായി വിജയനെ ആദരിച്ചിട്ടുണ്ട്. ആ യാത്രകളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ലാവ്ലിൻ അഴിമതിയിലൂടെ പിണറായി സമ്പാദിച്ച പണം എവിടെയാണ് നിക്ഷേപിക്കപ്പെട്ടത്? പിന്നീട് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ നടന്നത് സമാനതകളില്ലാത്ത കൊള്ളകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 232 കോടിയുടെ സേഫ് കേരള AI ക്യാമറ അഴിമതി കേസ്. വെറും 80 കോടി രൂപയ്ക്ക് നടപ്പിലാക്കാമായിരുന്ന ഈ ഒരു പ്രൊജക്ടാണ് കെൽട്രോണിനെ മുന്നിൽ നിർത്തി 232 കോടിയാക്കി ഉയർത്തിക്കാട്ടിയത്. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനും ഈ വമ്പൻ കൊള്ള കൃത്യമായ തെളിവുകളോടെ പുറത്തു കൊണ്ടുവന്നു. കെൽട്രോൺ ടെൻഡർ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബവുമായി, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനുമായി അടുത്ത ബന്ധമുള്ള പ്രസാഡിയോ ടെക്നോളജീസ് എന്ന അനുഭവ പരിചയമില്ലാത്ത സ്വകാര്യ കമ്പനിക്കാണ് ഇതിന്റെ സബ് കോൺട്രാക്ടറുകൾ നൽകിയത്. പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റ് അടിക്കാൻ വെച്ച AI ക്യാമറയുടെയും സ്പ്രിംഗ്ലർ അഴിമതിയുടെയും കമ്മീഷൻ തുകകൾ എങ്ങോട്ടാണ് പോയത്? ഈ അഴിമതി പണത്തിന്റെ വലിയൊരു പങ്ക് മകൾ വീണയുടെ വ്യക്തിപരമായ പല അക്കൗണ്ടുകളിലേക്കും എത്തിയിട്ടുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ്. നൽകാത്ത സേവനങ്ങൾക്കായി കരിമണൽ കമ്പനിയായ CMRL നിന്നും എക്സാലോജിക്കിന് ലഭിച്ച കോടികൾ ഏത് തരത്തിലാണ് വിനിയോഗിച്ചതെന്ന് ED ഇപ്പോൾ പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. ഏകദേശം 130 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ക്രമക്കേടാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പണം ഉപയോഗിച്ച് വീണ വിജയൻ എന്തൊക്കെ തരത്തിലുള്ള നിക്ഷേപങ്ങളോ ആസ്തികളോ വാങ്ങിയിട്ടുണ്ട്? ഈ കള്ളപ്പണം ഭാര്യ കമലയുടെയോ മകൻ വിവേകിന്റെയോ പേരിൽ സ്വദേശത്തോ വിദേശത്തോ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ED അന്വേഷണം വ്യാപിപ്പിക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്ന് നടത്തിയ ലാവ്ലിൻ, സ്പ്രിംഗ്ലർ, AI ക്യാമറ അഴിമതികളുടെ എല്ലാം കമ്മീഷൻ പണം മകളുടെയും കുടുംബത്തിന്റെയും അക്കൗണ്ടുകളിലായിരിക്കാം നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണയുടെ 3 അക്കൗണ്ടുകൾ മാത്രം പരിശോധിച്ചാൽ പോരാ. പിണറായി വിജയന്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളുടെയും നിക്ഷേപങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. തെരുവിലിറങ്ങി EDയെ തല്ലിയതുകൊണ്ട് അഴിമതി പണം ഒളിപ്പിച്ചു വെക്കാമെന്ന് പിണറായി വിജയൻ കരുതേണ്ടതില്ല. കള്ളപ്പണത്തിന്റെ ഓരോ കണക്കും ED ഡൽഹിയിൽ വെച്ച് പൊക്കുക തന്നെ ചെയ്യും. 95-ലെ ലാവ്ലിൻ അഴിമതി മുതൽ 232 കോടിയുടെ AI ക്യാമറ കൊള്ള വരെ മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്ന് പിണറായി വിജയൻ നടത്തിയ സകല സാമ്പത്തിക ക്രമക്കേടുകളുടെയും കമ്മീഷൻ പണം ചെന്നെത്തിയത് മകൾ വീണ വിജയന്റെ അക്കൗണ്ടുകളിലേക്കാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. 130 കോടിയുടെ കള്ളപ്പണ വേട്ട നടത്തുന്ന ED വീണയുടെ 3 അക്കൗണ്ടുകൾ ഉൾപ്പെടെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18.36 കോടി മരവിപ്പിച്ചു കഴിഞ്ഞു. റെയ്ഡിനിടയിൽ EDയെ ആക്രമിച്ച CPM ഗുണ്ടകൾക്ക് നേരെ CBI അന്വേഷണം വരുമ്പോൾ പിണറായിയുടെയും ഭാര്യയുടെയും മകന്റെയും പേരിലുള്ള നിക്ഷേപങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ ED നീങ്ങുന്നതിന്റെ സാധ്യത തള്ളിക്കളയാനാവില്ല. അഴിമതി പണം എങ്ങോട്ട് മാറ്റിയാലും ഒരു ദിവസം എല്ലാം പുറത്താകും.